Sorry, Poland is that ball. Sorry. Why you are shouting? You already said yes. Go there. No, don't go there. राम जी का दादा का नाम बता। राम जी का दादा का नाम। राम जी का दादा का नाम था दशरथ के पिता का नाम क्या था? राम रघु। ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ യാത്ര എന്ന് പറയുന്നത് ഓരോ പാഠപുസ്തകമാണ്. അള്ളാഹുവിൻ്റെ ഭൂമിയിലൂടെയുള്ള അവൻ്റെ യാത്ര അവൻ്റെ ഈമാൻ്റെയും അതുപോലെ തന്നെ ക്ഷമയുടെയും ഒരു പരീക്ഷണമാണ് എന്ന് പലപ്പോഴും തോന്നാറുണ്ട്. അത്തരത്തിൽപ്പെട്ട ഒരു യാത്രയിലുണ്ടായ ഒരു ദുരനുഭവം നമ്മുടെ അബ്ദുറഹീം സഖാഫി ഉസ്താദിനും അതുപോലെ തന്നെ സെയ്ദന്മാർക്കും നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഈ ആഗ്ര എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിലുണ്ടായ ഞെട്ടിക്കുന്ന ഒരു അനുഭവത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോവുമായിട്ട് എത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഒരു ഷെയർ ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കുക. ആഗ്ര റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ അവിചാരിതമായിട്ട് സംഘിക്കുപ്പായമിട്ട ചില ആൾക്കാർ അവരുടെ അടുത്തേക്ക് ഓടി അടുക്കുകയും അതിനുശേഷമുണ്ടായ ഞെട്ടിക്കുന്ന സംഭവങ്ങളുമാണ് ഈ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഉത്തരേന്ത്യയിലും അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലും മുസ്ലിങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഉണ്ടാവുന്ന അക്രമങ്ങളെ തുറന്നു കാണിക്കുന്ന 2-3 ഉദാഹരണങ്ങൾ കൂടി ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണാം. ആദ്യമായിട്ട് നമ്മുടെ ഉസ്താദിനും അതുപോലെ തന്നെ സയ്യിദന്മാർക്കും കുട്ടികൾക്കും ആഗ്ര റെയിൽവേ സ്റ്റേഷനിലുണ്ടായ ആ ദുരനുഭവത്തെ വ്യക്തമാക്കുന്ന കാഴ്ചകൾ നമുക്ക് ആദ്യമായിട്ടൊന്ന് കാണാം. Poland is that ball. Sorry. Why you are shouting? You already said yes. Go there. No, don't go there. അബ്ദുറഹീം സഖാഫി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ച ഒരു പോസ്റ്റാണ് ഞാൻ ഈ വീഡിയോയുടെ സൈഡിൽ കൊടുത്തത്. തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ തന്നെ അതിൻ്റെ ഒരു ഗൗരവം എത്രമാത്രം ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. 10 ദിവസത്തെ അജ്മീർ സന്ദർശനം കഴിഞ്ഞ് മടങ്ങവേ ഹാജ തങ്ങളുടെ മനസ്സിൽ തട്ടിയ ആത്മീയതയുടെ ഊർജവും അതുപോലെ തന്നെ മനസ്സമാധാനവും നെഞ്ചിലേറ്റി മടങ്ങുന്ന സമയത്താണ് നമ്മുടെ ചരിത്രമുറങ്ങുന്ന താജ്മഹൽ കൂടി ഒന്ന് കണ്ടേക്കാമെന്ന് അവർക്ക് ഒരു ആഗ്രഹം തോന്നിയത്. അങ്ങനെയാണ് അവർ ആഗ്ര റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുന്നത്. ആ ഇറങ്ങുന്ന സമയത്ത് അവിടെ നിന്ന് 2 കുട്ടികൾ മൂത്രം വയ്ക്കാൻ വേണ്ടിയിട്ട് ബാത്റൂമിലേക്ക് ടോയ്ലറ്റിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ഇരിക്കുകയാണ്. ആ ഇരിക്കുന്ന സമയത്ത് ഒരു കാവ്യ വസ്ത്രമിട്ട ഒരു ചെറുപ്പക്കാരൻ അവിടെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ തുറിച്ചു നോക്കുകയാണ്. ആ സമയത്ത് അബ്ദുറഹീം ഉസ്താദ് തങ്ങളോട് പറയുന്നുണ്ട്, എന്താണെന്നറിയില്ല, അവർ നമ്മെ തുറിച്ചു നോക്കിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഉസ്താദ് പറഞ്ഞു, തീർച്ചയായിട്ടും നമ്മളൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, തിരിച്ചും നമ്മൾ നോക്കാമെന്ന് പറഞ്ഞ് അവർ തിരിച്ചു നോക്കിയ സമയത്ത് അദ്ദേഹം അവിടെ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോകുകയാണ്. പക്ഷേ 5 നിമിഷം കഴിഞ്ഞതിന് ശേഷം ആൾക്കാരെയും കൂട്ടിക്കൊണ്ട് വളരെ അടിക്കാൻ പോകുന്ന പാകത്തിൽ ഒച്ച ഉയർത്തിക്കൊണ്ട് അവരുടെ അടുത്തേക്ക് പാഞ്ഞടുക്കുകയാണ്. പാഞ്ഞടുത്തതിന് ശേഷം ഉസ്താദിനോട് പറയുകയാണ്, നിങ്ങളുടെ കൂട്ടത്തിലുള്ള 2 കുട്ടികൾ എന്നോട് മോശമായിട്ട് പെരുമാറി എന്ന് പറയുന്നു. ഉസ്താദ് ചോദിച്ചു, ഏതാണ് ആ കുട്ടികളൊന്ന് കാണിച്ചു തരൂ എന്ന് പറഞ്ഞു. ആ സമയത്ത് ബാത്റൂമിൽ പോയ 2 നിഷ്കളങ്കരായ 2 കുട്ടികൾ മൂത്രമൊഴിച്ച് വരുന്ന വഴിക്ക് പറഞ്ഞു, അതാ ആ 2 കുട്ടികളാണ് ഞങ്ങളെ നോക്കിയിട്ട് വേണ്ടാത്ത എന്തോ ആക്ഷൻ കാണിച്ചത് എന്ന് പറയുന്നു. ഉസ്താദ് ആ കുട്ടികളെ അടുത്തേക്ക് വിളിച്ചിരുത്തി ചോദിച്ചു, എന്താണ് മക്കളെ നിങ്ങൾ ചെയ്ത തെറ്റ് എന്ന് ചോദിച്ചു. ആ കുട്ടികൾ പറയുന്നു, ഞങ്ങൾ ഇവിടെ വന്ന് അങ്ങോട്ട് പോകുന്ന സമയത്ത് വരെ ഇദ്ദേഹം ഞങ്ങളെ പിന്തുടരുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഒരു വാക്ക് കൊണ്ട് പോലും അദ്ദേഹത്തോട് ഒന്നും പറയുകയോ മുഖത്തേക്ക് നോക്കുക പോലും ഞങ്ങൾ ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ ഉസ്താദ് അദ്ദേഹത്തിനോട് വീണ്ടും കാര്യങ്ങൾ അന്വേഷിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഞങ്ങളോട് ഒരു മാപ്പ് പറഞ്ഞാൽ തീരുന്ന ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഈ ഉസ്താദ് കുട്ടികളോട് സംസാരിക്കുകയാണ്. ഇത്തരമൊരു പ്രശ്നമുണ്ടായ സ്ഥിതിക്ക് തീർച്ചയായിട്ടും നമ്മളൊരു മാപ്പ് പറഞ്ഞതുകൊണ്ട് നമുക്ക് നഷ്ടങ്ങളൊന്നുമില്ല. തീർച്ചയായിട്ടും പ്രശ്നങ്ങൾ അവിടെ വെച്ച് തീരുകയാണെങ്കിൽ തീരട്ടെ എന്ന് വിചാരിച്ച് ആ ഉസ്താദ് കുട്ടികളോട് സംസാരിച്ച് മാപ്പ് പറയാൻ വേണ്ടി പറയുകയാണ്. ഞങ്ങളുടെ ഗുരുനാഥൻ പറഞ്ഞത് നെഞ്ചിലേറ്റിക്കൊണ്ട് ആ കുട്ടികൾ അവരോട് സോറി എന്ന് പറയുന്ന ആ വാക്ക് പറയുകയാണ്. അപ്പോൾ അവർ ട്യൂണ് മാറ്റി പിന്നെ അവർ പറയുന്നത് ജയ് ശ്രീരാം എന്ന് വിളിക്കണമെന്ന് ആക്രോശിക്കുകയാണ്. ഉസ്താദിൻ്റെയും അതുപോലെ തന്നെ തങ്ങന്മാരുടെയും സയ്യിദന്മാരുടെയും മുന്നിൽ വെച്ചുകൊണ്ട് അവർ വീണ്ടും അവരുടെ അടവ് മാറ്റി അടുത്ത ഒരു ഇതിലേക്ക് കടന്നു. അപ്പോൾ ഉസ്താദിനും അതുപോലെ തന്നെ കുട്ടികൾക്കും എല്ലാം എന്താണ് ഇവരുടെ ഐക്യം, എന്താണ് ഇവർക്ക് വേണ്ടത്, എന്താണ് ഇവർ നേടാൻ വേണ്ടി വന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയാണ്. ഇത്തരത്തിൽപ്പെട്ട വർഗീയവാദികൾ തീർച്ചയായിട്ടും ഹിന്ദുമതത്തെക്കുറിച്ചോ അവരുടെ പുരാണങ്ങളെക്കുറിച്ചോ അവരുടെ ദൈവത്തിനെക്കുറിച്ചോ അവരുടെ തത്വങ്ങളെക്കുറിച്ചോ ഒന്നും തന്നെ
യാതൊരു അറിവുമില്ലാത്ത വ്യക്തിത്വമാണ് എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ഈ വീഡിയോയുടെ അവസാനത്തേക്ക് ഞാൻ 2 വീഡിയോ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇത് തന്നെയാണ് ഞാൻ പറയുന്നത്. ഭരണാധികാരികളുടെ മൗനസമ്മതത്തോടു കൂടി നമ്മുടെ ഇന്ത്യയിൽ തീർച്ചയായിട്ടും ഇത്തരം തീവ്രവാദികൾ, ഇത്തരം സംഘികളെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അവർ ഇങ്ങനെ വിലസി നടക്കുകയാണ്. തീർച്ചയായിട്ടും മൗനാനുവാദം എടുത്തു മാറ്റപ്പെടുന്നത് വരെ നമ്മുടെ ന്യൂനപക്ഷങ്ങൾക്ക് സൂര്യമായിട്ട് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് ജീവിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. എവിടെയാണ് നമുക്ക് സമൃദ്ധി കിട്ടുക, എവിടെയാണ് നമുക്ക് സമാധാനം കിട്ടുക? എല്ലാ മതങ്ങളും ഐക്യത്തോടും സാഹോദര്യത്തോടും സ്നേഹത്തോടും കഴിയുന്ന നമ്മുടെ ഈ രാജ്യത്ത് ഇത്തരത്തിൽപ്പെട്ട വിരലിൽ ഉണ്ടാവുന്ന ചില ആൾക്കാർ മാത്രം വർഗീയത പരത്താൻ വേണ്ടിയിട്ട് ഇത്തരം ചില ജയ് ശ്രീറാം എന്ന് വിളിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആക്രോശിക്കുന്നതും, അതുപോലെ തന്നെ അതിനുശേഷം അവരെ ആക്രമിക്കുന്നതും, ചിലപ്പോൾ കൊലപ്പെടുത്തുന്നതും, അതിനുശേഷം അവരുടെ ജോബുകൾ അല്ലെങ്കിൽ അവരുടെ പീഡിയകൾ, കടകളെല്ലാം അടപ്പിക്കുന്നതും എല്ലാം തന്നെ നമ്മൾ കണ്ടതാണ്. ഇത്തരത്തിൽപ്പെട്ട ഒരു ആചാരം അല്ലെങ്കിൽ ഇത്തരത്തിൽപ്പെട്ട ഒരു പ്രക്രിയ ഉത്തരേന്ത്യയിൽ ഇന്ന് സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അത് നമ്മുടെ കേരളത്തിലേക്കും പതുക്കെ വേരുറപ്പിക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന ഒരു സത്യം കൂടി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവയ്ക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ ചങ്കൂറ്റമുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ ഒരു വൈറൽ വീഡിയോ ഞാൻ സോഷ്യൽ മീഡിയയിൽ കാണാൻ വേണ്ടി ഇടയായി. വളരെ സന്തോഷം തോന്നിയ ഒരു ചെറുപ്പക്കാരൻ, നെഞ്ചുറപ്പോട് കൂടി ഒരു സംഖ്യയുടെ മുഖത്ത് നോക്കി ഞാൻ ജയ് ശ്രീറാം വിളിക്കുകയില്ല എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ്റെ ഉത്തരേന്ത്യയിൽ നിന്ന് തന്നെയുള്ള ആ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കാണണം. अब बता क्या कह रहे हो? क्या बोलूं? चलो गाइस, तो ये बोल रहा है अभी लेके जा रहा है, पता ना कहाँ पर है। हम क्या बोले? 1 मिनट रुको। हम बोले जय श्री राम, आप कहते हैं अल्लाह को बोलो। हम बोल रहे थे जय श्री राम, अभी श्री बोले, ये बोल रहा था वीडियो क्या रहा ना, आपको क्या मतलब जो भाई बोलते ना कि हिंदू हमारे यहाँ का बढ़िया है, देख लो ये साला सिकंदराव का मुल्ला है, इतने कुछ होने के बाद फिर भी इतनी अकड़ दिखा रहा है। तो जाग जाओ, तुम्हारे पास अब भी मौका है, बटोगे तो कटोगे, एक बात ध्यान। ആ വീഡിയോ നിങ്ങൾ കണ്ടു കാണും. എന്തൊരു നെഞ്ചുറപ്പോട് കൂടി മുഖത്തേക്ക് നോക്കിയിട്ട് യാതൊരു ഭയവുമില്ലാതെ ആ ചെറുപ്പക്കാരൻ തിരിഞ്ഞ് ഞാൻ ചെല്ലുകയില്ല അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പറയുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആ ചെറുപ്പക്കാരനെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. എന്തൊരു നെഞ്ചുറപ്പാണ്, എന്തൊരു ഉറപ്പാണ് ആ കുഞ്ഞിൻ്റെ മുഖത്ത്. ഭയമെന്ന് പറയുന്ന അല്ലെ ഭീതിയുടെ ഒരു നിഴലേ ഇല്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും തെറ്റ് ചെയ്യാത്ത ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഒന്നിനെയും പേടിക്കേണ്ടതായിട്ടില്ല. ഒന്നിച്ച് നിന്നാൽ നമുക്ക് എന്തും നേടാമെന്നുള്ള ഒരു ലക്ഷ്യം തീർച്ചയായിട്ടും ആ കുട്ടിയും അവിടെ നിന്ന ആൾക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായ പെരുമാറ്റത്തിൻ്റെ ഫലമായിട്ട് അവസാനം പേടിച്ച് അവൻ തിരിഞ്ഞു ഓടുന്നതും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇത് തന്നെയാണ് വേണ്ടത്, ഈ ഒരു ഐക്യമാണ് വേണ്ടത് എന്ന് ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നമ്മൾ അങ്ങോട്ട് ഒരു തെറ്റും ചെയ്യാൻ പോകാത്തിടത്തോളം കാലം നമ്മൾ ഒന്നിനെയും പേടിക്കേണ്ടതായിട്ടില്ല. ഇനി മറ്റൊരിടത്ത് നടന്ന ഒരു സംഭവം വളരെ ഒരു കോമഡി നിറഞ്ഞ ഒരു സംഭവമാണ്. കാരണം ജയ് ശ്രീറാം വിളിപ്പിക്കാൻ വേണ്ടി വന്ന വ്യക്തിക്ക് നമ്മുടെ ശ്രീരാമൻ്റെ മുത്തച്ഛൻ്റെയോ മുത്തശ്ശിയുടെ പേര് പോലും അവർക്ക് അറിയില്ല എന്നുള്ളതാണ്. നമുക്ക് ആ വീഡിയോ കാണാം. जी का दादा का नाम बता। राम जी का दादा का नाम? राम जी का दादा का नाम था दशरथ के पिता का नाम क्या था? रघु थे। गलत बोल रहा है। अर्थ नाम था उनका, अर्थ। उनकी दादी का नाम बताइए। राम जी का पता तो लीजिए, इसने टिप्पणी। आप राम जी का दादी का नाम किया, दादी का नाम बता। दादी का नाम बोलते हो इसलिए मैंने बोला। कट्टर हिंदू लिख के रखा है, तुझे लॉरेंस होना चाहिए नहीं चाहिए। दादी का नाम क्या पता है? और दिमाग में बैठा लो, उनकी दादी का नाम है इंदुमती। ठीक है, ये जो है पता है क्या, नफरत फैलाने वाले लोग और धर्म के नाम तो लिख लेता है, मगर धर्म की बात नहीं कर सकता। അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇത്ര മാത്രമേ ഉള്ളൂ. ശരിക്കും ഒന്നും അറിഞ്ഞിട്ടോ ആ മതത്തിൻ്റെ തത്വങ്ങളോ ആ മതത്തിൻ്റെ വിശ്വാസങ്ങളോ ആ മതത്തിൻ്റെ അടിയുറച്ച പ്രവർത്തകരോ ഒന്നും തന്നെ അല്ല ഇവർ എന്നുള്ളതാണ്. ഇവർ ആരുടെയോ കയ്യിൽ നിന്ന് അച്ചാരം വാങ്ങിക്കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി മനഃപൂർവ്വം നടക്കുന്ന ചില ആൾക്കാരാണ്. ശ്രീരാമൻ്റെ മുത്തച്ഛൻ ആര് എന്ന് ചോദിച്ചപ്പോൾ അതുപോലും അറിയാത്ത മനുഷ്യന്മാരാണ് ജയ് ശ്രീറാം എന്ന് വിളിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആക്രോശിച്ചുകൊണ്ട് ഒരു മുസ്ലിം വയസ്സുള്ള ഒരാൾ അടുത്തേക്ക് ഓടി അടുക്കുന്നതും അദ്ദേഹം അതിന് പ്രതികരിച്ച രീതിയും നിങ്ങൾ കണ്ടു കാണും. ഇത് തന്നെയാണ് ഇന്ന് ഉത്തരേന്ത്യയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒട്ടനവധി സംഭവങ്ങൾ നമ്മെ മനസ്സിലാക്കുന്നത്. ഇതിനെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത്തരം വിരലുണ്ടാവുന്ന ചില ആൾക്കാർ ഇത്തരത്തിൽപ്പെട്ട വൃത്തികേട് കാണിക്കുന്നത് കൊണ്ട് ഒരിക്കലും ഞാൻ ആ മതത്തെക്കുറിച്ചോ ആ മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരെക്കുറിച്ചോ ഒരിക്കലും ഞാൻ അങ്ങനെ പറയുകയില്ല. ഒരുപാട് നല്ല
ഹിന്ദുക്കളായ ഒരുപാട് നല്ല സഹോദരങ്ങളും അതുപോലെ തന്നെ സഹോദരിമാരും എല്ലാം നമുക്കുണ്ട്. തീർച്ചയായിട്ടും എനിക്കറിയുന്ന ഒരുപാട് പേരുണ്ട്. അവരോടൊന്നും ഞാൻ ഈ കൂട്ടത്തിൽ പെടുത്തുന്നില്ല. പക്ഷേ ഇത്തരത്തിൽപ്പെട്ട വർഗീയത മാത്രം വെച്ച് പുലർത്തുന്ന ചില വൃത്തികെട്ട ആൾക്കാർ തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിലല്ല, ഇപ്പോൾ കേരളത്തിലുമുണ്ട്. പക്ഷേ കൂടുതലും ഉത്തരേന്ത്യയിലും മറ്റ് സംസ്ഥാനങ്ങളിലുമാണ്. അവർക്ക് വർഗീയത ഉണ്ടാക്കുക, അതിലൂടെ മുതലെടുപ്പ് നടത്തുക എന്നത് മാത്രമാണ് ലക്ഷ്യം. അല്ലാതെ നമ്മുടെ ഐക്യവും സാഹോദര്യവും ഒന്നും തന്നെ അവർക്കൊരു വിഷയമേ അല്ല. തീർച്ചയായിട്ടും ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ഉസ്താദിനും അതുപോലെ തന്നെ അവർക്കും ഈ അജ്മീറിലേക്കൊക്കെ ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഒരുപാട് സംഘങ്ങൾ യാത്ര ചെയ്യുന്നുണ്ട്. അത്തരം ആൾക്കാർ യാത്ര ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങളൊരു കരുതലും അതുപോലെ തന്നെ ഒരു ഉറപ്പും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉണ്ടാവണമെന്ന് ആമുഖമായിട്ട് നിങ്ങളെ ഉണർത്തിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ വീഡിയോ ചെയ്തത്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞതുപോലെ ഇന്ത്യയിൽ രാഷ്ട്രീയക്കാരുടെയും ഭരണാധികാരികളുടെയും മൗനാനുവാദത്തോടു കൂടി തന്നെയാണ് ഇത്തരക്കാർ വിലസിക്കൊണ്ട് നടക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ യാത്ര ചെയ്യുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ഒരു മുൻകരുതൽ എടുക്കണം എന്നതുകൂടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.